ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ, കാത്തിരുന്ന പോലെ തന്നെ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ അപ്ലൈ ചെയ്ത് നല്ല ഉഷാറായിട്ടിരുന്ന് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി അടുത്തത് ആരാ നമ്മൾ കാത്തിരിക്കുന്നേ? ദാ ഇയാള് തന്നെ, IBPS PO നോട്ടിഫിക്കേഷൻ 2024. 2024 IBPSന്റെ PO നോട്ടിഫിക്കേഷൻ എന്ന് വരും. എന്തൊക്കെയാണ് അതിനു മുന്നോടിയായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെയൊക്കെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിനു മുന്നേ നമ്മളുടെ എക്സാംസ് ഒക്കെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഒപ്പം ആരുണ്ട്? എൻട്രി ഉണ്ട്. ദാ നമ്മളുടെ എൻട്രിയുടെ 2024 ഗോൾഡ് ബാച്ച്. എന്താണ് ഈ ഗോൾഡ് ബാച്ചിന്റെ ബെനിഫിറ്റ്? നിങ്ങൾക്ക് 4 ലെവൽ ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെവൽ 1 നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. ലെവൽ 2 എവിടെയാണോ നിങ്ങൾ വീക്ക് ആയിട്ടിരിക്കുന്നത്, എന്താണോ നിങ്ങളുടെ വീക്ക് പോയിന്റ്, അത് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കോച്ചിങ് തരും. ഒപ്പം തന്നെ വീക്ക്നെസ് ഇംപ്രൂവ്മെന്റ്, സ്പീഡ് ആൻഡ് ആക്യുറസി ബിൽഡിംഗ്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് എക്സാമിന് സ്പീഡ്, അതേപോലെ തന്നെ ആക്യുറസി. അത് ഈ ലെവലിൽ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടോട് കൂടി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ലെവൽ 3 പ്രിലിംസ് കഴിഞ്ഞു, നിങ്ങൾ സ്പീഡും അതേപോലെ ആക്യുറസി ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെ മെയിൻസിലേക്കുള്ള നിങ്ങളുടെ കോച്ചിങ് ആണ് ഈ ലെവൽ 3 നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ ട്രെയിനിങ്. ഏതൊരു PO പോസ്റ്റ് എടുത്താലും എന്തായാലും പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. SBI PO അതേപോലെ ഹയർ ലെവൽ പോസ്റ്റുകളിലേക്കും പ്രൈവറ്റ് ബാങ്കുകളിലേക്കൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ ട്രെയിനിങ്ങും അടക്കം ഇൻക്ലൂഡഡ് ആണ് നമ്മളുടെ ഗോൾഡ് ബാച്ചില്. അപ്പൊ നിങ്ങൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ വേറെ എവിടേക്കും പിന്നെ പോകേണ്ട കാര്യമില്ല. A to Z കാര്യങ്ങൾ, ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള A to Z ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ബാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബാച്ചിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറഞ്ഞേ. ഇനി ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ ബെനിഫിറ്റുകൾ എന്താ? മെന്റർഷിപ്പ് സപ്പോർട്ട്. പഠിക്കാനായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്ന ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ കൂടാതെ തന്നെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു മെന്ററുടെ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങളെ കുറിച്ച് പഠിച്ച് അനലൈസ് ചെയ്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആ മെന്ററുടെ സപ്പോർട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം, അതേപോലെ ക്വിസുകൾ ചെയ്യണം. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എക്സാമിന് എന്താണോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് ബേസ് ചെയ്തിട്ടുള്ള ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ റിസൾട്ട് ഓറിയന്റഡ് സ്റ്റഡി പ്ലാൻ. ഈ ഫേസ് ഞാൻ ആദ്യം പറഞ്ഞ ഫേസ് ലെവൽ 3 ലെവൽ 2 ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ് ആണ്. ആ ഫേസിലേക്ക് സ്പെഷ്യൽ അറ്റൻഷനും നമ്മളുടെ പ്രത്യേകതകളാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ എവിടെയാണോ വീക്ക് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റും. ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. 7736122215 എന്നാണ് ഈ നമ്പർ. ഈ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണോ ഡൗട്ട് ഉള്ളത് അതിനുള്ള ഫുൾ സപ്പോർട്ട് തരും. എക്സാമിനെ കുറിച്ചാവാം, ഇനി ഏതൊക്കെ എക്സാംസ് വരുന്നതിനെ കുറിച്ചാവാം, നമ്മളുടെ കോഴ്സുകളെ കുറിച്ചാവാം, എല്ലാത്തിനുള്ള ഉത്തരവായിട്ട് ഇവർ റെഡിയാണ്. നിങ്ങൾ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് നമ്മളുടെ ബാച്ചിനെ കുറിച്ചൊരു ഐഡിയ തന്നതാണ്. ദെൻ നമ്മളുടെ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ടല്ലോ. നമ്മളുടെ ബാച്ചുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ടൊക്കെ ആയിട്ട് ഫുൾ റെഡിയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് തന്നെ കോണ്ടാക്ട് ചെയ്താൽ നമ്മളുടെ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ അവസരങ്ങളൊന്നും പാഴാക്കരുത്. അത്യാവശ്യം നല്ല വേക്കൻസി എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറിലേക്ക് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഈ ജൂലൈ എഡിഷനിലെ മാഗസിൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.
അതേപോലെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള നോട്ട്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്, തികച്ചും സൗജന്യമായിട്ടാണ് അത് ലഭിക്കുക. ജസ്റ്റ് നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ അധികം വൈകിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം IBPS PO. നമ്മൾ ഈ കൊല്ലം ആദ്യം തന്നെ നമ്മളുടെ IBPS ഒരു കലണ്ടർ ഔട്ട് ചെയ്തിരുന്നു അല്ലേ, RRB എക്സാംസിനെ കുറിച്ചുള്ള ഡേറ്റ് ഒക്കെ ആയിട്ട്. അത് ഓൾറെഡി വിളിച്ചു. ഇനി ദാ പിയോന്റെയും ക്ലർക്കിന്റെയും കേസിൽ ക്ലർക്ക് ഓൾറെഡി വിളിച്ചു. 24/8 ആഗസ്റ്റിലെ പ്രിലിംസ് നടത്തി, ഒക്ടോബറിൽ മെയിൻസ് നടത്തുന്ന ഡേറ്റും അവർ അതിൽ പറഞ്ഞിരുന്നു. ഇനി പ്രൊബേഷണറി ഓഫീസേഴ്സ് ദാ ഒക്ടോബറിലാണ് അവർ 19/10/2024, അതായത് ഒക്ടോബർ മാസം 19-ാം തീയതിയും 20-ാം തീയതിയുമായിട്ട് പ്രിലിംസ് നടത്തി നവംബർ 30-ാം തീയതിക്ക് മെയിൻസ് നടത്തുന്നതാണ് അന്നിട്ടിരുന്നത്. അപ്പോൾ ഏകദേശം RRBയുടെ കാര്യങ്ങളും ക്ലർക്കിന്റെ കാര്യങ്ങളും ഏകദേശം സെറ്റാണ്. ഈ ടൈമിൽ തന്നെയാണ് നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ, കാരണം ഒക്ടോബറിൽ നമുക്ക് പ്രിലിംസ് നടത്തണമെങ്കിൽ ഏകദേശം ഈ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിൽ എന്ത് വരാൻ സാധ്യതയുണ്ട്? IBPS POന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ക്ലർക്കിന്റെ വേക്കൻസി കൂടിയ പോലെ തന്നെ പിയോന്റെ വേക്കൻസിയും എന്തായിരിക്കും? കഴിഞ്ഞ വട്ടത്തെക്കാളും എന്തായാലും കൂടുതലാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. വേക്കൻസീസ് അത്രയ്ക്കധികം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു വലിയൊരു അവസരമാണ്. ആ അവസരത്തിലേക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിക്കുക. ജൂലൈ ആയി, ഇനി ഏതാണ്? ആഗസ്റ്റ്, സെപ്റ്റംബർ. നിങ്ങളുടെ മുന്നിലുള്ളത് ഒക്ടോബർ 19-ാം തീയതിയാണ്. അപ്പൊ ഏകദേശം ഒരു ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസത്തിന്റെ സമയമേ നമ്മളുടെ മുന്നിലുള്ളൂ പ്രിലിംസിനായിട്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ടൈം ഒന്നുമില്ല. അപ്പൊ നിങ്ങളുടെ പഠനമൊക്കെ എത്രയും പെട്ടെന്ന് ഉഷാറാക്കണം. ഞാൻ ഈ പറഞ്ഞ ടൈമിന്റെ കാര്യം മറക്കണ്ട. അപ്പൊ ഇപ്പൊ തന്നെ നാളെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നുള്ള കാര്യത്തിനൊന്നും ആരും മുതിരരുത്. കാരണം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. ഓൾറെഡി ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, RRB നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. IBPS നോട്ടിഫിക്കേഷൻ എന്തായാലും പിയോന്റെ നോട്ടിഫിക്കേഷൻ 100% ഷുവർ ആയിട്ട് വരും. അത് അധികം വൈകാതെ തന്നെ വരും. കാരണം ഓൾറെഡി കലണ്ടർ ഇട്ട് ബേസ് ചെയ്തിട്ടാണ് അവർ മറ്റുള്ള എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അടുത്തത് എന്താണ്? IBPS PO ആണ്. 100% ഉറപ്പാണ്, അധികം വൈകാതെ തന്നെ വരും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഉള്ള ടൈം ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഇപ്പൊ ക്ലർക്കിന്റെ പഠനത്തിന്റെ ഒപ്പം തന്നെ ഓൾറെഡി നിങ്ങൾ IBPS ക്ലർക്കിനായിട്ട് പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്. കുറച്ചും കൂടി ഉഷാറായിട്ട് ഏകദേശം സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് 100% എന്താണ്? സെയിം ആണ്. കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് POയിൽ ഉണ്ടാവും എന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ പഠിക്കാം. നിങ്ങൾ POക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഒപ്പം ക്ലർക്കിനും പ്രിപ്പയർ ചെയ്യുക. രണ്ടിനുമുള്ള ടൈം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പറേഷൻ നടത്താം. ഇപ്പൊ രണ്ടിന്റെയും ക്വസ്റ്റ്യൻസ് ഒന്ന് എളുപ്പമായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു പോവാ. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോ ക്ലർക്കിന്റെ പ്രിലിംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിയോന്റെ പ്രിലിംസ് വരും. അതിന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ക്ലർക്കിന്റെ മെയിൻസ്. അത് കഴിഞ്ഞ് SBI വിളിക്കും. അപ്പൊ ഇനി എക്സാംസ് ഒക്കെ എന്താണ്? ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ തന്നെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ ട്രാക്കിൽ തന്നെ പോവുക, കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ട് പോവുക. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്ത് പ്രിപ്പറേഷനുള്ള സ്റ്റഡി പ്ലാനൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അധികം ടൈം നമ്മളുടെ മുന്നിലില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോട്ടെ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. PO എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ഇനി നിങ്ങൾക്കായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഒരു ബാച്ചിനെ കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ല, പരിചയപ്പെടുത്താണ്. കാരണം നമ്മൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചാണ്. പുതിയ അഡ്മിഷൻസ് ഒക്കെ ആ ബാച്ചിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവാം. നമ്മളുടെ എൻട്രിയിൽ ഒരു സ്പെഷ്യൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാം സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ട്. അതായത് മെയിൻ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന എക്സാമുകൾ ഏതൊക്കെയാ? SSC, അതേപോലെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, RRB, പിന്നെ ബാങ്ക് എക്സാംസ് ആണ് അല്ലേ? ബാങ്ക് എക്സാംസ് ആണ്. അപ്പോൾ ഈ 3 എക്സാമിനും വേണ്ടി ഒരൊറ്റ ബാച്ചാണ് ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഈ ബാച്ചും നമ്മൾ 1 ഇയർ കോഴ്സാണ് വരുന്നത്. ആദ്യം സിലബസ് കവറിംഗ് ആണ് 4 months. പിന്നെ വീക്കർ ഏരിയ ഫോക്കസ് ഉണ്ട്. ദെൻ സ്പീഡ് പ്ലസ് പ്രാക്ടീസ്, ഇന്റർവ്യൂ ട്രെയിനിങ്. അതായത് ബാങ്ക് എക്സാംസിനാണ് ഇപ്പോൾ ഇന്റർവ്യൂ ഉള്ളത്. ആ ട്രെയിനിങ് വരെ ഈ ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ബാച്ചിന്റെ പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള, കണ്ടുകൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് 1-to-1 സെക്ഷൻസ് ഫാക്കൽറ്റീസ് ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ ഡ്യുവൽ മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. പ്രീമിയം ലെക്ചേഴ്സ് ആണ് ഈ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ.
നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽസ് A to Z സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സ്റ്റഡി കാർഡ്സ് അവൈലബിൾ ആണ്. ഈ ബാച്ചിനെ കുറിച്ച് അറിയാനായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 7736122215 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മളുടെ ഗോൾഡ് ബാച്ചിനെ കുറിച്ചും സെൻട്രൽ ഗവൺമെന്റ് എക്സാം സ്പെഷ്യൽ ബാച്ചിനെ കുറിച്ചും ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. പിഒന്റെ നോട്ടിഫിക്കേഷൻ അധികം വൈകാതെ തന്നെ വരും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ടൈം വളരെ കുറവായിരിക്കും. ഓൾറെഡി ക്ലർക്കിനും RRB POക്കും RRB ഓഫീസ് അസിസ്റ്റന്റിനും ക്ലർക്കിനൊക്കെ ആയിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം POയ്ക്കും പഠിക്കുക. കുറച്ചും കൂടിയും ടൈം എടുത്ത് നന്നായിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് എല്ലാവരും പഠിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കാം. അപ്പോൾ നമ്മളുടെ മുന്നിൽ അധികം സമയമില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത കൊല്ലം ഈ സമയത്ത് എല്ലാവരും ബാങ്കിൽ PO ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.